സംഘടനാ സമ്മേളനങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് അവർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അധികം നമുക്ക് ഏവർക്കും നല്ല സൂചന തന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പൊതുരംഗത്തൊക്കെ എടുത്ത് നാം പരിശോധിക്കുമ്പോൾ മലയാള ഭാഷ അതിൻ്റെ സമഗ്ര പുരോഗതി മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഗവൺമെന്റ് കഴിഞ്ഞ 2 വർഷത്തിലധികമായി സാധാരണ ഗവൺമെന്റ് ഏത് ഉത്തരവ് പറഞ്ഞാലും അതെല്ലാം ഇംഗ്ലീഷിലാണ് സാധാരണ. അത് മനസ്സിലാക്കുമ്പോൾ ഇല്ലയോ എന്നുള്ളതല്ല. കേരളത്തിൽ നമ്മുടെ ഭാഷ മലയാളമാണ്. ആ മലയാള ഭാഷ ഉള്ള കാലഘട്ടത്തോളം അല്ലെങ്കിൽ ഉള്ള കാലത്തോളം നമുക്ക് എന്തുകൊണ്ട് മലയാളത്തിൽ തന്നെ നമുക്ക് ഈ കേരള പോലുള്ള സംസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ പറ്റുകയില്ലേ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നാം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ഇത്തരത്തിൽ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാം ഇറങ്ങുന്ന ഓർഡറുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ മറ്റുള്ള കുറിപ്പുകൾ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മലയാള ഭാഷയിൽ തന്നെ പ്രസിദ്ധപ്പെടുത്തണമെന്ന് തന്നെ. അങ്ങനെ പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ വളരെ നിർബന്ധിതമായി തന്നെ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ അതൊക്കെ ഒന്ന് നടപ്പിലാക്കുവാൻ പരിശ്രമിച്ചു. വീണ്ടും അത് മലയാളത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എന്നെ സംബന്ധിച്ച് പല കുറിപ്പുകൾ വരുമ്പോൾ, പല ഓർഡറുകൾ വരുമ്പോൾ, പല നമ്മുടെ വീണ്ടും അത് ഇംഗ്ലീഷിലേക്ക് ഞങ്ങളുടെയൊക്കെ വകുപ്പുകളിൽ അത്തരത്തിലുള്ള കൃത്യമായ രീതിയിൽ മലയാളത്തിൽ തന്നെ ഇറക്കുവാൻ, മലയാളത്തിൽ തന്നെ അത് വിവർത്തനം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ വകുപ്പുകളുടെ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അത് ഇംഗ്ലീഷ് അല്ല മലയാളത്തിൽ തന്നെ അത് ആക്കി എടുക്കണമെന്ന് പറയുന്ന ഒരാൾ കൂടിയാണ്. ഇന്ന് നമുക്കറിയാം, മറ്റ് ലോക രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഡൽഹിയിൽ ചെന്നാലും അതുപോലെ ഉത്തർപ്രദേശിൽ ചെന്നാലും പഞ്ചാബിൽ ചെന്നാലും തമിഴ്നാട്ടിൽ ചെന്നാലും ആന്ധ്രയിൽ ചെന്നാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളാണ് ഇന്ത്യയിലെ ഭാഷ. ആ ഭാഷകൾ അതാത് സംസ്ഥാനത്തെ ആൾക്കാർ ആ ഭാഷകൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും ഞങ്ങളുടെ സംഘടനാ സമ്മേളനങ്ങൾക്കും പാർട്ടി സമ്മേളനങ്ങൾക്കും മഹിളാ സമ്മേളനങ്ങൾക്കും അത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്കും പരിപാടികൾക്കും ഒക്കെ പോകുമ്പോൾ വളരെ അതിശയം തോന്നാറുണ്ട്. നമ്മളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ സംസ്ഥാനത്തെ ആൾക്കാരല്ല, പക്ഷെ അവിടെ ഒരു വിഭാഗം ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഹിന്ദി മാത്രം. പ്രസംഗിക്കാൻ വരുന്നവരോടും പറയും ഹിന്ദി പ്രസംഗിച്ചാൽ മതി. അപ്പൊ മലയാളികളെല്ലാം ഇത് കേട്ടോണ്ടിരിക്കും. നമ്മൾ ആവശ്യപ്പെടുന്നില്ല എങ്കിൽ മലയാളത്തിൽ പ്രസംഗിക്കണമെന്ന് മലയാളിക്കാർ ഒരിക്കലും പറയത്തില്ല. മലയാളികൾ നമ്മൾ ആവശ്യപ്പെടാറില്ല. എന്നാൽ അത്യാവശ്യം ഇംഗ്ലീഷ് നമുക്കറിയാം, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഇംഗ്ലീഷാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് വരുന്നത്? ഇംഗ്ലീഷൊക്കെ മിക്കവാറും നമ്മുടെ മലയാള നാട്ടുകാർ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. ഹിന്ദി അവിചാരിതമായിട്ടാണെങ്കിലും നമുക്കറിയാം, മെയിൻ ചിലപ്പോൾ മലയാളത്തിന് പകരം ഹിന്ദി എടുത്ത് പഠിക്കുന്ന ഒട്ടേറെ കുട്ടികൾ നമ്മുടെ ഈ കേരളത്തിലുമുണ്ട്. കാരണം മലയാളത്തിലേക്കായി എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ തരത്തിലേക്ക് പോകുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒട്ടുമില്ല. എൻ്റെ സഹോദരനും ഒക്കെ ഹിന്ദിയാണ്, പക്ഷെ ഞാൻ മലയാളം തന്നെയാണ് എടുത്തത്. എനിക്ക് അത്ര പിടുത്തമല്ല. എൻ്റെ അച്ഛനും ശാസ്ത്രി പാസ്സായ ഒരു വ്യക്തിയായതുകൊണ്ട് പലപ്പോഴും കവിതകളും ഈ മലയാളമൊക്കെ തന്നെ നല്ലതുപോലെ ഉച്ചരിക്കുവാനും വായിക്കുവാനും കവിതകൾ വായിച്ചു തരുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും ഒക്കെ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ മലയാളത്തിൽ തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് പിടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത്, മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ അവർ അവരുടെ ഭാഷയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഭാഷ തന്നെ സംസാരിക്കണം എന്നുള്ളതാണ് അവരുടെ മുഖ്യ വിഷയം. പല സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങളുടെ തന്നെ കേന്ദ്ര സെക്രട്ടറിമാർ പരമാവധി അവർ ഒക്കുമെങ്കിൽ ഹിന്ദിയിൽ പറയും. പരമാവധി നമ്മളെടുത്ത് നോക്കിയാൽ ഹിന്ദിയിൽ തന്നെ പറയുന്ന ഒട്ടേറെ നമ്മുടെ പാർലമെന്റിൽ ഇരിക്കുന്ന നമ്മുടെ മന്ത്രിമാർ, കേരളത്തിലെ എല്ലാ പുറത്തുള്ളവരെല്ലാം ഹിന്ദിയെ പറയുന്നുണ്ട്.
അത് അവരുടെ ഭാഷയാണ് പറയുന്നത്. നമുക്ക് അവിടെ ചെന്ന് മലയാളം പറയുമ്പോൾ അവർക്ക് മലയാളം മനസ്സിലാവും. കേരളത്തിലെ ഒരാൾക്കാർ അവിടെ ചെന്ന് മലയാളം പ്രസംഗിക്കുമ്പോൾ മലയാളം അവർക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ അതല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും കാണുന്നത്. അപ്പൊ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതെന്നുള്ളതാണ്. പക്ഷെ കേരളീയരായിട്ടുള്ള ആൾക്കാർ ഈ എല്ലാ ഭാഷയും കൈയടക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. പുറത്തു പോകുമ്പോഴും അതാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചു. ഇന്ന് നമ്മുടെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും മലയാളം അറിഞ്ഞൂടാന്ന് സാർ പറയുമ്പോഴും ഒരു ഘട്ടത്തിൽ മലയാളം അറിയാത്ത, എഴുത്തും വായനയും അറിയാത്ത കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് വരെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ പഠന രീതിയിൽ മാറ്റം വരുത്തിയപ്പോൾ വിദ്യാഭ്യാസ മേഖലകളിൽ നല്ല മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ അതൊക്കെ അവർക്ക് കണ്ടെഴുതിക്കൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റും. ഇന്ന് പിള്ളേർക്കെല്ലാം A+ ആണ്. നമ്മളത് നോക്കിയേ, 95% മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. A+ന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരവസ്ഥ. ഞങ്ങളിവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ SLC +2 ഞങ്ങൾ അവാർഡ് കൊടുക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല മാർക്ക് മേടിച്ച കുട്ടികളെ വിളിച്ചു നിർത്തിയപ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ 400 കുട്ടികളാണ്. മറ്റേ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയം കൂടെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, CBSE ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 400 പേരുണ്ട്. അത്രയും കുട്ടികൾക്ക് തന്നെ ഉപകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും കൊടുക്കാൻ നോക്കിയപ്പോൾ വലിയ പാടാണ്. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഓരോരുത്തരും നിർത്തി ഓരോ പഞ്ചായത്തുകളും സ്കൂളുകളും വേർതിരിച്ച് വെച്ചാണ് കൊടുക്കേണ്ടത്. മുമ്പൊക്കെ ഞാൻ അതിൻ്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ വെറും 100 പേരും 120 പേരിന് അപ്പുറത്തോട്ട് പോയിട്ടില്ല. അത്ര വലിയ മാറ്റം നമുക്ക് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഇന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിൽ വന്ന വലിയ മാറ്റമാണ്. അധ്യാപക രംഗത്ത് നമ്മൾ ആ മാറ്റം കൊണ്ടുവരുവാനുള്ള വലിയ പരിശ്രമം, അവർക്ക് നല്ല ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ നിലയിലേക്ക്, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ജയിക്കില്ല, ചില വിഷയത്തിന് മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന കുട്ടികളെ പ്രത്യേകം സ്പെഷ്യൽ ട്യൂഷൻ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് സ്കൂളുകളിൽ പഠന രീതി നമ്മൾ കൊണ്ടുപോകുന്നത്. മലയാളം അതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഒരു വിഭാഗം ആൾക്കാർ മലയാളികളാണെന്ന് പറയാൻ അവർക്ക് വളരെ പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് അവരുടെ. വീട്ടിലും ഇംഗ്ലീഷ്, പുറത്തും ഇംഗ്ലീഷ്. CBSE ഒക്കെ പഠിച്ച് കുറച്ച് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ആ കുഞ്ഞുങ്ങൾ വീട്ടിലും ഇംഗ്ലീഷാകും. എൻ്റെ മോക്ക് മലയാളം അറിഞ്ഞൂടാ എന്ന് പറയുന്ന രക്ഷകർത്താക്കൾ കേരളത്തിൽ അഭിമാന മുസ്ലിമാണ്. അവരത് പറയുന്നത് എന്താണ്? കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഭാഷ ഉപയോഗിക്കേണ്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിലെങ്കിലും അച്ഛ അമ്മ എന്ന് വിളിച്ച് പഠിപ്പിക്കുവാനും അവർക്ക് മലയാള ഭാഷ നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുവാനും എന്തുകൊണ്ട് കഴിയുന്നില്ല? അതാണ് നാം ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത് എന്നുള്ളത് നാം എടുത്തു പറയേണ്ടതാണ്. ചില IAS ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ 2 ദിവസം മുമ്പും ഞങ്ങളൊരു വലിയ പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചപ്പോൾ അവിടുത്തെ DPC ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ ജംഗ്ഷൻ ആ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും അവർ സംഘടിപ്പിച്ചു. 1000കണക്കിന് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ തന്നെ അവരുടെ രാത്രി നടത്തവും പകൽ നടത്തവും മറ്റുള്ളവർ അവരെ എന്താണ് പീഡിപ്പിക്കാതിരിക്കുവാനും അവരോട് മോശമായി പെരുമാറാതിരിക്കുവാനും വനിതാ ജംഗ്ഷൻ പരിപാടി സ്ത്രീകൾ തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് അവരുടെ കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് നാം കണ്ടതാണ്. അവരുടെ തന്നെ ഡാൻസും അവരുടെ തന്നെ പാട്ടും അവരുടെ തന്നെ കവിതയും എല്ലാം അവതരിപ്പിച്ചു കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും എല്ലാ വിഭാഗം ആൾക്കാരും അതിനകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. അതിന്റെ പരിപാടിയായിരുന്നു ഇതിന്റെ സമാപനം തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ നടന്നപ്പോൾ തിരുവനന്തപുരം കളക്ടർ ചെല്ലുന്നു ഞാൻ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്, പക്ഷെ അവർ മലയാളം ഉദ്യോഗസ്ഥർ മലയാളം പഠിച്ച് തന്നെ അവതരിപ്പിക്കുവാനും കേൾക്കുവാനും തയ്യാറാകുന്ന ആൾക്കാരാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ. പഠിക്കണമെന്ന അഭിമാനബോധം ഇന്ന് പലർക്കും ഇല്ല എന്നുള്ളത് അത് കേരളീയരായിട്ടുള്ള ആൾക്കാരുടെ ഒരു സംസ്കാരം പോലെ നിലനിർത്തി പോകുന്ന ഒട്ടേറെ ആൾക്കാർ നമ്മുടെ കേരളത്തിലും ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഞാനത് ഒക്കെ വിടുന്നു. ഇന്ന് നമുക്കറിയാം കഥയും കവിതയും ഒക്കെ എഴുതുന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് പൊട്ടിമുളച്ചു. അത് മുൻപില്ലാത്ത ഒരു സവിശേഷത എന്ന് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും.
നല്ല സ്ഫുടതയോടുകൂടി അവർ പ്രസംഗിക്കുന്നത്, അവരുടെ കവിത ചൊല്ലുന്നത്, അതൊരു കാണാൻ പാഠമാക്കി അവർക്ക് കൊണ്ടുവരുവാനും ഒക്കെ കഴിയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ചില 6 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല പാട്ട് പാടുമ്പോൾ നമുക്കറിയാം ചില അക്ഷര സ്ഫുടത ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പോലും പറഞ്ഞാൽ വരാത്ത ചില അക്ഷരങ്ങൾ ആ കുഞ്ഞുങ്ങൾ വായിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുക. അത്രയും നല്ല മലയാള ഭാഷ ഉപയോഗിക്കുവാൻ കഴിയുന്ന ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ എഴുതുന്നു, ചെറിയ കഥകൾ എഴുതുന്നു, ചെറിയ കവിതകൾ എഴുതുന്നു, ചെറിയ മറ്റ് ഇതര മേഖലകളിലേക്ക് അവർക്ക് കടന്നു കയറുവാൻ കഴിയുന്നു. അതെല്ലാം പ്രസിദ്ധപ്പെടുത്തുന്നു. ആ കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ മലയാള ഐക്യവേദി പോലെയുള്ള സംഘടനകൾ തയ്യാറാകുന്നതിൽ ഞാൻ അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഒട്ടേറെ പരിപാടികൾ ഈ കേരള സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ മലയാള ഐക്യവേദികളുടെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ ഐക്യവേദിക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ മുഴുവൻ ഉയർത്തിക്കൊണ്ടുവരുവാൻ, പുതിയ തലമുറയിലെ കുട്ടികളെ നമുക്കിതിലേക്ക് മലയാള ഭാഷയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ, അവരെ എഴുത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിന് ചെയ്യുന്ന തരത്തിലേക്ക് മലയാളി ഐക്യവേദി അല്ലെങ്കിൽ മലയാള ഐക്യവേദി പോകാൻ കഴിയണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഇവിടെ നമുക്കറിയാം വ്യത്യസ്തരായിട്ടുള്ള നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എനിക്ക് ക്ലാസ് തരുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ പരിപാടികൾ ഇന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് സമാപിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ പരിപാടി നിങ്ങളെയൊക്കെ കാണുവാനും 2 വാക്ക് പറയുവാനും അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഇന്നത്തെ ഈ സംഘടനാ സമ്മേളനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ കഴിഞ്ഞതിലും ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.